ഹേ ഫാം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഫാമിലി ഇപ്പോൾ 6K ഫാമിലി ആയിരിക്കുകയാണ്. സോ ഹാപ്പി. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എപ്പോഴും വേണം. സപ്പോർട്ട് മാത്രമല്ല, സ്നേഹവും പ്രാർത്ഥനയും എല്ലാം വേണം കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതേ നെയിം മീറ്റിംഗ് ചാലഞ്ചും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ അധികം ലേഖാക്കുള്ള നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ആരുടെയൊക്കെ പേരാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്ന് നോക്കാട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പേര് വന്നിട്ട് അഫ്നാന്നാണ് കേട്ടോ. അപ്പം വെച്ചിട്ട് എന്താ കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കുകയല്ല, കുടിക്കുകയാണ് കേട്ടോ. ആപ്പി ഫിസ്, ആപ്പിൾ ഫിസ് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതിൽ ആപ്പി ഫിസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. കുറച്ചാ കുടിക്കണുള്ളൂ കേട്ടോ. എനിക്കിത് അധികം ഇഷ്ടമല്ലാത്ത സാധനമാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആപ്പി ഫിസിയൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എഫ് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫ്രൂട്ടിയാണ് കേട്ടോ കുടിക്കുന്നത്. ഫ്രൂട്ടിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി എനിക്കാണെന്ന് വെച്ചാൽ സ്പെല്ലിങ് ഓർഡർ എപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ എൻ വെച്ചിട്ട്, അഫ്നയുടെ എൻ വെച്ചിട്ട് നമ്മൾ എന്താണ്, ഞാൻ ബാട്ടിയാണ് കേട്ടോ കഴിക്കാൻ പോണത്. അമ്മേ, അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പച്ച കളർ കാണാൻ നല്ല രസമില്ലേ. ഞാൻ ബാട്ടിയൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് എന്താന്ന് വെച്ചാൽ, അമ്മേ ഇത് കാണുമ്പോൾ നിങ്ങൾ അന്തം വിടണ്ട. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നെല്ലിക്ക ഉണ്ടല്ലോ, ഡ്രൈ അമ്ലിയാണ്. അപ്പോൾ കഴിക്കാൻ പോണത് കേട്ടോ. ഇത് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതിൽ പഞ്ചസാര പാവ് വെച്ചിട്ട് ഉണ്ടാക്കിയതാ തോന്നുന്നു. കുറച്ച് ചവർപ്പൊക്കെ വേണ്ട നെല്ലിക്കായ, പുളിയൊന്നുമില്ല നെല്ലിക്ക. അങ്ങനെ അടുത്ത ആളുടെ പേരെന്താന്ന് വെച്ചാൽ വൈകയാണ് കേട്ടോ. അപ്പോൾ വി വെച്ചിട്ട് എന്താ കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെല്ലം കഴിക്കാം കേട്ടോ. ഞാൻ കുറച്ചേ കഴിക്കണുള്ളൂ. ഇനി എ വെച്ചിട്ട് അച്ചപ്പം. ഇത് പൊട്ടിക്കാൻ തന്നെ കുറച്ച് പണിയാണ്. എനിക്കിങ്ങനെ ക്ഷമയില്ല കേട്ടോ, ഞാൻ വലിച്ചങ്ങോട്ട് കയറും. അപ്പോൾ ഇതാ അച്ചപ്പം കഴിക്കുകയാണേ. അച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റിരിപ്പിന് വേണമെങ്കിൽ ഇതിൻ്റെ ഹാഫ് അടക്കം ഞാൻ തിന്ന് തീർക്കും. അതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. ഐ വെച്ചിട്ട് എന്താ കഴിക്കാന്ന് വെച്ചാൽ ഐസ് വാട്ടർ, അല്ല കുടിക്കാന്ന് വെച്ചാൽ പിന്നെ ജിക്ക് ഇവിടെ ഗ്ലൂക്കോസ് പൊടിയാണ് കേട്ടോ കഴിക്കണത്. അമ്മേ, ഈ മീറ്റിംഗ് ചാലഞ്ച് കൊണ്ട് ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാത്ത സാധനങ്ങളടക്കം ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. പല്ല് പോയഞ്ഞ അങ്ങനെതാ ഗ്ലൂക്കോസ് പൊടി. അത് വായിന്ന് ഇങ്ങനെ അലിഞ്ഞു പോണതാണ്. എന്ത് രസമല്ലേ. ഇനി ലാസ്റ്റ് എ വെച്ചിട്ട് നമ്മൾ ആൽമണ്ട് കഴിക്കുകയാണ് കേട്ടോ. ആൽമണ്ട് കോഴിനെ ഞാൻ ചിക്കനാക്കി സീക്ക് കഴിക്കും ഞാൻ. അപ്പോൾ അടുത്ത പേര് വന്നിട്ട് റോസ് എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോക്ക് സോൾട്ടാണ് കേട്ടോ. ഞാനിവിടെ കുറേ ഉപ്പ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചാ കഴിക്കണുള്ളൂ കേട്ടോ. വലിയ സുഖമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ഓക്കി കഴിച്ചത് ഓട്സ് ആണ് കേട്ടോ.
എസ്സിന് കഴിക്കാൻ പോകുന്നത് സ്മൂത്തി ആണ് കേട്ടോ, ഷെയ്ക്കാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ? നിങ്ങളിത് കാണണമെന്ന് വെച്ച് ഒന്ന് വാങ്ങിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഞാൻ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പാലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഈ വെച്ചിട്ട് എന്താ കഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. എനിക്കിത് സത്യം ആ കോഴി പറയണ പോലെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ്. ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ. നല്ല പുളിയുള്ളൊരു സാധനം കേട്ടോ. അടുത്ത പേരാണ് അമ്ര കേട്ടോ. അപ്പം അമ്രയ്ക്ക് എ വെച്ചിട്ട് കഴിക്കാൻ പോണത് ആൽമണ്ട് ആണ് കേട്ടോ. എം വെച്ചിട്ട് നമുക്ക് മസ്ക ചസ്ക കഴിച്ച് നോക്കാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ അധികം ബിസ്ക്കറ്റ്സ് ഒന്നും കഴിക്കാത്തൊരു പേഴ്സണാണ്. കണ്ടോ, നല്ല രസമില്ലേ? ഇതിലെന്താ മിൻറ്റാ പുതിന? അല്ല, പുതിനയും മിൻറ്റും സെയിം ആണല്ലോ അല്ലേ, സോറിയാ. അപ്പോൾ അതാ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ കുറച്ച് ഉപ്പും മുളകും അങ്ങനെയുള്ള ഐറ്റംസ്, സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ 6 ഈശ്വര. അപ്പോൾ 6നും റോക്ക് സാൾട്ട് തന്നെയാണ് കഴിക്കാൻ പോണത്. കുറച്ച് എടുക്കണുള്ളൂ. പിന്നെ ലാസ്റ്റ് ആ കോഴിന് ഞാനുണ്ടല്ലോ വെച്ചിട്ട് ഉപ്പ് വെച്ചിട്ട് ആൽഫൻലിബിയാണ് കേട്ടോ. ആൽഫൻലിബി ഇല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഭയങ്കര ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ആൽഫൻലിബി എടുക്കും. ഇല്ലാണ്ട് ഇരുന്നാൽ ശരിയാവില്ല. വിചാരിക്കണ പോലെ അല്ല കേട്ടോ. എല്ലാത്തിൻ്റെയും കോംബോ ഉണ്ടല്ലോ. ചിലതൊക്കെ വരുന്ന ടൈമിൽ അലിവിൽ മത്തിക്കറി ഒഴിക്കുക, അല്ലെങ്കിൽ പായസത്തിൽ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇത് ആൽഫൻലിബി അത് മെൽട്ടായി, ആശ്വാസമായി. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. പറയണ്ടല്ലോ, ഇഷ്ടമായെങ്കിൽ ടാറ്റ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുക കേട്ടോ.